നിവർന്നിരിക്കുക. കൈകളിൽ ചിന്മുദ്ര പിടിച്ച് കാൽത്തുടയിലായിട്ട് വയ്ക്കുക. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഈ നിമിഷം മുതൽ നാം നമ്മളെ തന്നെ അറിയുകയാണ്. നാം ഇരിക്കുന്നതിൻ്റെ ചുറ്റുഭാഗവും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അല്പനേരം ആസ്വദിക്കൂ. ഒരേ താളത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ശ്വാസനിശ്വാസങ്ങളെയും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രീ പ്രാണായാമ ടെക്നിക് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവാം. അതിൽ ആദ്യം അബ്ഡോമിനൽ ബ്രീത്തിങ്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ലോവർ ലോബിനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം നിറയുന്നതിനനുസരിച്ച് അബ്ഡോമിനൽ മസിൽസ് വികസിക്കുന്നത് ശ്രദ്ധിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുക. വയറിലെ പേശികൾ സങ്കോചിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ചെസ്റ്റ് ബ്രീത്തിങ്. ലങ്സിൻ്റെ മിഡിൽ ലോബിനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യട്ടെ, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നെഞ്ചിലെ പേശികൾ വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക്, നെഞ്ചിലെ പേശികൾ സങ്കോചിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അടുത്തത് ഷോൾഡർ ബ്രീത്തിങ്. ലങ്സിൻ്റെ അപ്പർ ലോബിനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഷോൾഡർ മസിൽസ് അല്പം ഉയരുന്നു, ലിഫ്റ്റ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക്, അവ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇനി 3 ഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഫുൾ യോഗിക് ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്കെടുത്ത് അബ്ഡോമിനൽ, ചെസ്റ്റ്, ഷോൾഡർ ഈ ഭാഗത്തെ മസിലുകൾ വികസിക്കുന്നത് ശ്രദ്ധിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്രയും ഭാഗങ്ങളിലെ മസിലുകൾ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 3 ഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. മുദ്ര സ്വതന്ത്രമാക്കി വിശ്രമിക്കാം. കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ കാലൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യാൻ തയ്യാറാവാം. ടോ ബെൻഡിങ്, കാൽവിരലുകൾ മടക്കി നിവർത്തിയുള്ള സൂക്ഷ്മ വ്യായാമം. ഇത് 10 പ്രാവശ്യം ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കാൽവിരലുകളെ തളർത്തിയിട്ട് വിശ്രമിക്കുക. തിരിച്ചു വരിക. അടുത്തത് ആംഗിൾ ബെൻഡിങ്. കാൽപാദത്തെ മുന്നിലേക്കും പിന്നിലേക്കും സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 10 പ്രാവശ്യം ചെയ്യാം. 1 2 പുറകോട്ട്, 3 4 5 6 7 8 9 10. റിലാക്സ്. കാൽപാദത്തെ തളർത്തിയിട്ട് വിശ്രമിക്കുക. തിരിച്ചു വരാം. അടുത്തത് ആംഗിൾ റൊട്ടേഷൻ. കാൽപാദത്തെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടങ്ങാം. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. റിലാക്സ്. കാലുകൾ വിട്ടുവെച്ച് വിശ്രമിക്കുക. ആംഗിൾ ജോയിൻറ്റിനെ തളർത്തിയിട്ട് വിശ്രമിക്കാം. തിരിച്ചു വരിക. അടുത്തത് നീ ബെൻഡിങ്. ആദ്യം വലതുവശമാണ് ചെയ്യുന്നത്. വലത് കാൽ മടക്കി വലത് കാലിനടിയിലായി കൈകൾ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് വലത് കാൽമുട്ടിന് കീഴ്ഭാഗത്തായി പിടിക്കുക. ഇനി വലത് കാലിനെ നെഞ്ചിനടുത്തേക്ക് മടക്കുകയും മുന്നിലേക്ക് നിവർത്തുകയും ചെയ്യുകയാണ്. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കണ്ണുകൾ അടച്ചുകൊണ്ട് വലതു കാലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ആ ഭാഗത്തെ തളർത്തിയിട്ട് വിശ്രമിക്കുക. തിരിച്ചു വരിക. ഇതുപോലെ ഇടതുവശവും ചെയ്യുക. തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഇടതുകാലും തളർന്ന് വിശ്രമിക്കട്ടെ. തിരിച്ചു വരിക. അടുത്തത് ഹാഫ് ബട്ടർഫ്ലൈ. വലത് കാല് മടക്കി വലത്തെ കാൽപാദം ഇടത് തുടയിൽ ഇതുപോലെ വെച്ച് കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇനി പതുക്കെ വലത് കാലിനെ നെഞ്ചിനടുത്തേക്ക് ഉയർത്തുക, താഴ്ത്തുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുകയാണ്. നിവർന്നിരുന്നു കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഇങ്ങനെ ചെരിഞ്ഞ് പോകാൻ പാടില്ല. നമ്മൾ കാല് താഴുന്നതിനനുസരിച്ച് ഇങ്ങനെ ആടി ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. കാല് നീട്ടി വയ്ക്കുക, വിശ്രമിക്കുക. ഹാഫ് ബട്ടർഫ്ലൈ ചെയ്ത ശേഷം വലത് ഭാഗത്ത് വലത് കാലിന് അനുഭവപ്പെടുന്ന ഫീൽ ശ്രദ്ധിച്ചുകൊണ്ട് വിശ്രമിക്കുക. തിരിച്ചു വരിക. ഇതുപോലെ ഇടതുവശവും ചെയ്യുക. നിവർന്നിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. തുടങ്ങാം. 1 2 3
4 5 6 7 8 9 10. റിലാക്സ്. ഇടത് ഹിപ്പ് ജോയിൻറ്റിനെ ശ്രദ്ധിക്കുക. ഹാഫ് ബട്ടർഫ്ലൈക്ക് ശേഷം അവിടെ അനുഭവപ്പെടുന്ന ഫീല് അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുകയാണ്. തിരിച്ചു വരാം. അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ. വലത് കാൽ മടക്കി വലത്തെ കാൽപാദം ഇടത് തുടയിൽ ഇതുപോലെ വയ്ക്കുക. ഇനി റൊട്ടേറ്റ് ചെയ്യുകയാണ്. തുടങ്ങാം. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. റിലാക്സ്. കാല് നീട്ടി വയ്ക്കുക, വിശ്രമിക്കുക. തിരിച്ചു വരിക. ഇനി ഇതുപോലെ ലെഫ്റ്റ് സൈഡും ചെയ്യാം. ഇടത്തെ കാലം മടക്കി നിവർന്നിരിക്കുക. തുടങ്ങാം. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. റിലാക്സ്. കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാം. ഇരു കാലുകളും അയഞ്ഞു കിടന്ന് വിശ്രമിക്കട്ടെ. തിരിച്ചു വരാം. അടുത്തത് ഭദ്രാസന സ്ട്രെച്ച്. കാലുകൾ മടക്കി കാൽപാദങ്ങൾ പരസ്പരം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. കൈകൾ ഇപ്രകാരം വയ്ക്കുക. ഇനി കാൽത്തുടകൾ മടക്കുകയും താഴ്ത്തുകയും ചെയ്യുകയാണ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാം. ഇരു കാലുകളും തളർന്ന് വിശ്രമിക്കട്ടെ. തിരിച്ചു വരിക. അടുത്തത് കൈകൾക്കുള്ള സൂക്ഷ്മ വ്യായാമങ്ങൾ. നിവർന്നിരിക്കുക. ഇരു കൈകളും നെഞ്ചിന് മുന്നിലേക്ക് നീട്ടിവെക്കുക. കൈവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുകയാണ് 10 പ്രാവശ്യം ഇതുപോലെ. തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കൈവിരലുകൾ അയഞ്ഞിരിക്കട്ടെ. ഹാൻഡ് ക്ലെഞ്ചിങ്ങിന് ശേഷം വിരലുകളിൽ അനുഭവപ്പെടുന്ന ഫീല് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു വരിക. അടുത്തത് ഷോൾഡർ റൊട്ടേഷൻ. ഇരു കൈകളും ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. റിലാക്സ്. ഇരു ചുമലുകളും തളർന്ന് വിശ്രമിക്കട്ടെ. ശരീരം അയഞ്ഞ് വിശ്രമിക്കട്ടെ. തിരിച്ചു വരിക.
അടുത്തത് നെക്ക് മൂവ്മെൻറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. തല പതുക്കെ താഴ്ത്തുക. 1 2 പതുക്കെ നിവർത്തി പുറകോട്ട് വളയ്ക്കുക. 3 4 5 6 7 8 9 10. നോർമൽ സ്റ്റേജിലേക്ക് വന്ന് റിലാക്സ് ചെയ്യുക. തിരിച്ചു വരിക. അടുത്തത് നെക്സ്റ്റ് സൈഡ് ബെൻഡിങ്. 1 വലതുവശത്തേക്ക് പതുക്കെ ചിരിക്കുക. 2 ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. 3 4 പതുക്കെ നിവർത്തി കൊണ്ടുവന്ന് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. 5 കഴുത്തിൻ്റെ ഇരുവശത്തെ പേശികളുടെ ചലനമൊക്കെ ശ്രദ്ധിക്കുക. 6 7 8 9 10. ഈ കഴുത്ത് നോർമൽ സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവന്ന് വിശ്രമിക്കാം. കഴുത്തിനെ അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുക. തിരിച്ചു വരിക. ശവാസനത്തിൽ വിശ്രമിക്കാം. പതുക്കെ ഇരു കൈകളുടെയും സപ്പോർട്ടോടു കൂടി മലർന്ന് കിടക്കുക. ഒറ്റയടിക്ക് മലർന്ന് വീഴാതെ പതുക്കെ വന്ന് കിടക്കുക. കൈകൾ ശരീരത്തിൽ നിന്ന് ഇതുപോലെ അകറ്റി വയ്ക്കുക. കാലുകളും അകന്നിരിക്കണം. ഇനി കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. കാലുകൾ, അരക്കെട്ട്, വയറ്, നെഞ്ച്, കൈകൾ, മുഖം, ശരീരഭാഗങ്ങൾ അയഞ്ഞിരിക്കട്ടെ. യാതൊരു തരത്തിലുള്ള മുറുക്കവുമില്ലാതെ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും തളർന്ന് വിശ്രമിക്കാൻ അനുവദിക്കൂ. ശരീരം ശാന്തമായി വിശ്രമിക്കട്ടെ. നിങ്ങളുടെ ശ്വാസഗതി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മൈൻഡ് ശ്വസനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ. ശ്വാസനിശ്വാസങ്ങളെ ശ്രദ്ധിക്കുന്തോറും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അറിയുക. മനസ്സും ശാന്തമായിരിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന് വിശ്രമിക്കുകയാണ്. കൈവിരലുകൾ മടക്കി നിവർത്തുക. കാൽവിരലുകൾ മടക്കി നിവർത്തുക. കൈകൾ ശരീരത്തോട് ചേർന്നിരിക്കട്ടെ. കാലുകളും ചേർന്നിരിക്കട്ടെ. വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് നീട്ടിവെക്കുക. ഇടത് കാൽ മുട്ടുമടക്കി പാദം തറയിൽ പതിച്ച് വെച്ച് പതുക്കെ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഇടത് കൈപ്പത്തി നെഞ്ചിന് മുൻഭാഗത്തായി തറയിൽ പതിച്ചു വെക്കുക. ഇരു കൈകളും തറയിലൂന്നി സാവകാശം എഴുന്നേറ്റ് സുഖാസനത്തിൽ ഇരിക്കുക. അല്പനേരത്തെ യോഗാഭ്യാസത്തിന് ശേഷം നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കുന്നത് അറിയുക. കൈകൾ നന്നായി കൂട്ടിയുരച്ച് ചൂടാക്കി ആ ചൂട് ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് എടുക്കുക. മുഖം, കൈകൾ, കഴുത്തൊക്കെ മസാജ് ചെയ്ത് കണ്ണ് തുറക്കാം.